ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടുമീരയ്ക്കുന്നു നീരജലോചന നിന്നോടായി. ഏതിനോ മന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീമദ് ഭാഗവതം വേദവേദാന്ത സാരമാണ്. ഭാഗവതം കേൾക്കാൻ സാധിക്കുക, അതിലുള്ള കുറച്ച് കഥാഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുക, ശ്ലോകങ്ങൾ ഉരുവിടാൻ സാധിക്കുക, ഇതൊക്കെ തന്നെ കലിയുഗത്തില് ജന്മസുകൃതം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അങ്ങനെയുള്ള ഭാഗവതം ശ്രീധരിയം ഭാഗവത പഠന സത്രം എന്ന പേരിൽ 2020 മുതൽ അനേകായിരം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 ഗ്രൂപ്പുകളിലൂടെ ഭാഗവതം ഭക്തജനങ്ങള് സജ്ജനങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 25ാമത്തെ ഗ്രൂപ്പ് ഇനി ഈ വൈശാഖ മാസത്തില്, മെയ് മാസത്തില്, വൈശാഖത്തില് നല്ല മുഹൂർത്തത്തില് ആരംഭിക്കുകയാണ്. പഠിക്കണമെന്ന ആഗ്രഹമുള്ളവര്, ചേരണമെന്നുള്ളവര് ബന്ധപ്പെട്ട് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15ാം അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. 15ാം അധ്യായത്തിലെ 12, 13, 14, 15, 16 എന്നീ 5 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. ആദ്യമായിട്ട് ആ ശ്ലോകങ്ങൾ ചൊല്ലാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. യത്തേജസാധ ഭഗവൻ യുധി ശൂലപാണിർവിസ്മാപിത സഗിരിജോസ്ത്രമദാൽ നിജം മേ. അന്യേപി ചാഹമമുനൈവ കളേബരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർദ്ധം. യത്തേജസാധ ഭഗവൻ യുധി ശൂലപാണിർവിസ്മാപിത സഗിരിജോസ്ത്രമദാൽ നിജം മേ.
അന്യേപി ചാഹമമുനൈവ കളേബരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം തത്രൈവ മേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ ദേവാഃ സേന്ദ്രാശ്രിതാ യദനുഭാവിതമാജമീഢ തേനാഹമദ്യമുഷിത പുരുഷേണ ഭൂമ്നാ. തത്രൈവ മേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ ദേവാഃ സേന്ദ്രാശ്രിതാ യദനുഭാവിതമാജമീഢ തേനാഹമദ്യമുഷിത പുരുഷേണ ഭൂമ്നാ. യദ്ബാന്ധവ കുരുബലാബ്ധിം അനന്തപാരമേകോരഥേന തതരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ. യദ്ബാന്ധവ കുരുബലാബ്ധിം അനന്തപാരമേകോരഥേന തതരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം. യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരം ഏകോരഥേന തതരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ. യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരമേകോരഥേന തതരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ. യോ ഭീഷ്മകർണഗുരുശല്യചമൂഷ്വദഭ്ര ആജന്യവര്യരഥമണ്ഡല മണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയൂഥപാനാം ആയുർമനാംസി ചദൃശാ സഹ ഓജ ആർച്ചൽ. യോ ഭീഷ്മകർണഗുരുശല്യ ചമൂഷു അദഭ്രരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയൂഥപാനാം ആയുർമനാംസി ജദൃശാ സഹ ഓജ ആർച്ചൽ. യദ്ദോഷുമാം പ്രണിഹിതം ഗുരുഭീഷ്മകർണദ്രൗണിത്രിഗർത്തശലസൈന്ധവ ബാൽഹികാദ്യൈഃ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശുർമൃഹരിദാസമിവാസുരാണി. യദ്ദോഷു മാ പ്രണിഹിതം ഗുരുഭീഷ്മകർണദ്രൗണി ത്രിഗർത്തശലസൈന്ധവ ബാൽഹികാദ്യൈഃ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി
നോപസ്പൃശോർഹരിദാസമിവാസുരാണി. ഈ 5 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓരോ ശ്ലോകങ്ങളുടെ പദങ്ങളും അർത്ഥങ്ങളും ഒക്കെ ശ്രദ്ധയോടുകൂടി നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ ഇത്രയും കാലം ഭാഗവതം വളരെ വിശദീകരിച്ച് അങ്ങനെ സാധാരണക്കാര് കൊച്ചുകുട്ടികൾ മുതൽ 90-നും മുകളിൽ പ്രായമുള്ളവർ വരെ പഠിക്കുന്നതാണ് നമ്മുടെ ഈ ഭാഗവത പഠന സത്രം ശ്രീധരീയം എന്ന ഗ്രൂപ്പുകൾ. നമുക്ക് പലർക്കും അറിയില്ല, അറിയുന്നവർക്കറിയാം. 90 കഴിഞ്ഞവര് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നു. കൊച്ചുകുട്ടിയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലുകയും ചൊല്ലിയിടുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇതിലെത്തിപ്പെടാൻ സാധിക്കുന്നത് ജന്മാന്തര സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ സാവധാനത്തില് പഠിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ കുറച്ചിങ്ങനെ ശ്ലോകം ചൊല്ലിയിട്ട് ഞാനും ഭാഗവതം പഠിച്ചു, ഞാനും ചൊല്ലും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആ പഠിച്ചത് കുറച്ചാണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റിയാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പഠിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഇതിപ്പോഴ് കുറെ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലി പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരധ്യായം മുഴുവനും വേണമെങ്കിൽ 2 തവണ ചൊല്ലിയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഓരോ പാഠവും തീർക്കാം. അങ്ങനെയാണെങ്കിൽ 200 അധ്യായം കഴിയേണ്ടുന്ന സമയമായി. പക്ഷെ അത് വേണോ, എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള അഭിപ്രായം ഇത് കാണുന്നവര് ഈ താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ശ്രദ്ധിക്കുക. ശ്ലോകം 12. യത്തേജസാ അധ ഭഗവാൻ യുധി ശൂലപാണിഹി വിസ്മാപിത. ഭഗവാൻ വിസ്മാപിത. സഗിരിജോ അസ്ത്രമദാൽ നിജം മേ. ഗിരിജോസ്ത്ര പദം ശ്രദ്ധിക്കുക. ആ പ്രശ്ലേഷ ചിഹ്നം എന്നാണ് അതിനെ പറയുക, എഫ് പോലുള്ളതിനെ. സഗിരിജ അതാണ് പദം. സഗിരിജ എന്നാണ് പദം. സഗിരിജ, ഗിരിജ സഹിതൻ എന്നുള്ള അർത്ഥത്തിൽ. അസ്ത്രമദാൽ നിജം. അസ്ത്രം അദാത്. അദാൽ എന്ന് പറയുന്നത് അദാത്. അസ്ത്രം അദാൽ നിജം. അതിന് ഒരുമിച്ച് ചേരുമ്പോഴാണ് സഗിരിജോ അസ്ത്രമദാൽ നിജം മേ അന്യേപി. അന്യേപി എന്താണത്? അന്യേ അപി. രണ്ടും ചേരുമ്പോൾ അന്യേപി. ചാഹം അമുനൈവ. ചാഹം ച അഹം അമുന. അമുന എന്ന് വരും. അമുനാ ഐവ ഏവ അമുനൈവ. അമുനാ ഏവ അമുനൈവ. കളേബരേണ. ചില ഗ്രന്ഥങ്ങളിൽ കളേവരേണ എന്ന് കാണും. ഈ കളേബരേണ എന്നുള്ളത് അതിന്റെ അർത്ഥം കളേബരേണ. നമ്മൾ സാധാരണ അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? കളേബരേണ ഏവ, ശരീരത്തോടുകൂടി, ഈ ശരീരത്തോടുകൂടെ തന്നെ എന്നൊക്കെയാണ് അർത്ഥം. കളേബരം ശരീരം. കളേവരം എന്നും ശരീരത്തിന് പാഠഭേദമായിട്ട് പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. നമ്മൾ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം എന്നുള്ള അർത്ഥമാണ്. പാദം എന്നും പറയും. അതുപോലെ കളേബരം കളേബരം എന്നും പറയും നമ്മൾ. പക്ഷെ ഇതിലുള്ള കളേബരം എടുക്കുക. കളേബരേണ. പ്രാപ്തഃ പ്രാപ്തോ പ്രാപ്തഃ മഹേന്ദ്രഭവനേ മഹദാസനാർത്ഥം. ഇനി ഇതിന്റെ അന്വയക്രമത്തിലുള്ള അർത്ഥം. യത്തേജസ യാതൊരുത്തന്റെ അനുഭാവത്താൽ സഗിരിജ ഗിരിജാസഹിതനും യുധി യുദ്ധത്തിൽ വിസ്മാപിത വിസ്മയിക്കപ്പെട്ടവനും ഭഗവാൻ ഐശ്വര്യപൂർണനുമായ. ഭഗവാൻ എന്നാൽ എന്താണ് അർത്ഥം? ഐശ്വര്യപൂർണനുമായ ശൂലപാണിഹി. ശൂലപാണി ആരാണ്?
പരമശിവൻ, പരമേശ്വരൻ. ശൂലപാണിഹി, ശൂലപാണിഹി എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? ശൂലപാണി എന്ന് പറഞ്ഞ അർത്ഥം പരമശിവൻ. മേ, എനിക്ക്, നിജം അസ്ത്രം, സ്വന്തമായ അസ്ത്രത്തെ, അതാൽ ദാനം ചെയ്തു, അന്യേ, അന്യദേവന്മാരും ദാനം ചെയ്തു, അപിച്ച എന്നു തന്നെയല്ല, എന്നു മാത്രമല്ല, അഹം ഞാൻ, അമുനാ കളേബരേണ ഏവ ഈ ശരീരത്തോടുകൂടെ തന്നെ, മഹേന്ദ്രഭവനെ, മഹേന്ദ്രഭവനത്തിൽ, മഹദാസനാർത്ഥം, മഹത്തായ ആസനത്തിന്റെ അർദ്ധഭാഗത്തെ, പ്രാപ്തഃ പ്രാപിച്ചു. ചുരുക്കിയിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. യാതൊരുവന്റെ തേജസ്സിനാൽ ശൂലായുധത്തെ ധരിച്ചവനും മഹിമ ഏറ്റവുമുള്ളവനുമായ ശ്രീ പരമേശ്വരൻ മഹാദേവൻ എന്നോടുകൂടെ യുദ്ധം ചെയ്ത് എന്റെ പരാക്രമത്തെ കണ്ട് പരമേശ്വരിയോടുകൂടെ വന്ന്, പാർവതീദേവിയോടുകൂടെ വന്ന് ആശ്ചര്യത്തെ പ്രാപിച്ച് അവിടുത്തെ സ്വന്തമായ പാശുപതാസ്ത്രത്തെ എനിക്ക് നൽകി. മഹാദേവൻ പാശുപതാസ്ത്രം നൽകിയ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ആ അനുഭവമാണ് അർജുനൻ അനുസ്മരിക്കുന്നത്. വേട്ടക്കാരനായിട്ട് ചെന്ന് ആ ഭഗവാൻ വേഷം മാറി വന്ന് കിരാത വേഷം ധരിച്ച് ഇരയ്ക്കു വേണ്ടി, പന്നിക്ക് വേണ്ടി തമ്മില് കലഹം ചെയ്ത് ഒടുവിൽ അർജുനന്റെ ശക്തിയെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകിയ കഥയാണ് ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നത്. അർജുനൻ, മറ്റുള്ള ലോകപാലന്മാരും അവരവരുടെ അസ്ത്രങ്ങളെ എനിക്കായിട്ട് തന്നു. ഞാൻ ഈ ശരീരത്തോടുകൂടെ തന്നെ ഇന്ദ്രലോകത്തെ പ്രാപിച്ചു. അവിടെ ഇന്ദ്രന്റെ അർദ്ധാസനത്തെ സ്വീകരിച്ചു. ഇതൊക്കെ ഏതൊരു കരുണാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ഉണ്ടായിട്ടുള്ളത്? ആ ഭഗവാൻ ഇപ്പോഴ് ഞങ്ങളെ വിട്ടുപോയില്ലേ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാണ് വിലപിക്കുന്നത്. ശ്ലോകം 13. അത്രൈവ മേ വിരഹതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ ദേവാഃ സേന്ദ്രാശ്രിതാ യദനുഭാവിതമാജമീഢ തേനാഹമദ്യമുഷിത പുരുഷേണ ഭൂമ്നാ. പദങ്ങൾ ശ്രദ്ധിക്ക. തത്രൈവ മേ വിരഹത, വിരഹതോ, വിരഹത, ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ, ഗാണ്ഡീവലക്ഷണം, പദം നോക്കിക്കോളൂ, ഗാണ്ഡീവലക്ഷണം അരാതിവധായ, ഗാണ്ഡീവലക്ഷണം പ്ലസ് അരാതിവധായ, ഗാണ്ഡീവലക്ഷണമരാതിവധായ. ഗാണ്ഡീവലക്ഷണമരാതിവധായ എന്നൊരിക്കലും ചൊല്ലരുത്. ഗാണ്ഡീവലക്ഷണമരാതി, ലക്ഷണമരാതി, ലക്ഷണം അരാതി വധായ ദേവാഃ സേന്ദ്രാഃ ശ്രിതാ യദനുഭാവിതമാജമീഢ, യദനുഭാവിതം ആജമീഢ. തേനാഹം അദ്യ മുഷിത പുരുഷേണ ഭൂമന. ഇനി അന്വയത്തോടുകൂടി അർത്ഥം കൂടി മനസ്സിലാക്കാം. തത്ര ഏവ, തത്രൈവ അവിടെ തന്നെ, വിഹരത മേ ക്രീഡിച്ചിരുന്ന എന്റെ, ഗാണ്ഡീവലക്ഷണം ഗാണ്ഡീവമാകുന്ന അടയാളത്തോടുകൂടിയ, ഭുജദണ്ഡയുഗ്മം രണ്ട് കൈകളെ, സേന്ദ്രാഹ ഇന്ദ്രസഹിതന്മാരായ ദേവാഹ ദേവന്മാർ, അരാതിവധായ ശത്രുക്കളുടെ വധത്തിനായിക്കൊണ്ട്, ശ്രിതാഹ ആശ്രയിച്ചു. ആജമീഢ ഹേ യുധിഷ്ഠിര, ഭൂമുന സ്വന്തമഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവനും, പുരുഷേണ പുരുഷ ശബ്ദവാച്യനുമായ, പുരുഷ ശബ്ദത്തിന് അയോഗ്യനുമായ, പുരുഷ ശബ്ദവാച്യനുമായ, തേന അവനാൽ, അഹം ഞാൻ, അദ്യ ഇപ്പോൾ, മുഷിത വഞ്ചിക്കപ്പെട്ടു. അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. ആ സ്വർഗലോകത്തില് എത്തിയപ്പോഴ്, ദേവേന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിക്കാനായിട്ട് സ്വർഗലോകത്തിൽ എത്തിയപ്പോഴ് എന്താ ഉണ്ടായത്? ആ സ്വർഗലോകത്തിൽ തന്നെ ബഹുവിധ വിനോദങ്ങളെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടും
ഗാണ്ഡീവമെന്ന വില്ലിനെ ധരിച്ചിരിക്കുന്നതുമായ എന്റെ 2 കൈകളെ നിവാത കവചന്മാരായ ദേവശത്രുക്കളെ കൊല്ലുന്നതിനു വേണ്ടിയിട്ട് ഹനിപ്പാനായിക്കൊണ്ട് ഇന്ദ്രാദി ദേവന്മാരെ ആശ്രയിച്ചു. ഹേ യുധിഷ്ഠിര, ഇത്രയും വൈഭവത്തെ എനിക്കുണ്ടാക്കി തന്നവനും പുരുഷൻ എന്ന ശബ്ദത്തിൽ, പുരുഷായ എന്ന ശബ്ദത്തിൽ, അല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ട് പറയപ്പെടുവാൻ യോഗ്യനുമായ ഒരു പുരുഷനെയുള്ളൂ ലോകത്തിൽ, പ്രധാന പുരുഷ ഈശ്വരൻ. ആ പുരുഷൻ കുന്തിസ്തുതിയിലൊക്കെ പറയുന്ന പുരുഷായ ആദിബീജായ എന്ന് പറയുന്ന ആ പുരുഷൻ എന്ന ശബ്ദത്താൽ പറയപ്പെടുവാൻ യോഗ്യനുമായ, സ്വന്തം മഹിമയാൽ അല്ലെങ്കിൽ സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവനുമായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ വെടിഞ്ഞുപോയല്ലോ. ഇതിലധികം എന്ത് നഷ്ടമാണ് നമ്മൾക്കുണ്ടാവാനുള്ളത് എന്ന് പറയുകയാണ്. ഇതും ഒരു അനുഭവ കഥയാണ് പറയുന്നത്. അതായത് ദേവലോകത്ത് സ്വർഗത്തിലേക്ക് ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അർജുനന് എത്തിച്ചേരാൻ സാധിച്ച സമയത്ത് ഇന്ദ്രനൊക്കെ സ്വീകരിച്ചു. ദേവന്മാരൊക്കെ അർജുനന്റെ പ്രഭാവം കണ്ട് അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്താണ് ദേവന്മാരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് യുദ്ധത്തിനായി കൊണ്ടുവന്ന നിവാത കവചന്മാര്, അങ്ങനെ രണ്ടുപേര്, ആ 2 പേരാകുന്ന ശത്രുക്കളെ, ദേവന്മാരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി, ഹനിക്കുന്നതിനു വേണ്ടി ആ ദേവേന്ദ്രനും ദേവന്മാരും നിയോഗിച്ചത് എന്നെയാണ്. എന്റെ 2 കൈകളെ ഉപയോഗപ്പെടുത്തി, ഗാണ്ഡീവ അസ്ത്ര ധരിച്ച എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നിവാത കവചന്മാരെ നിഗ്രഹിക്കാനൊക്കെ സാധിച്ചത് പുരുഷൻ എന്ന പേരോടുകൂടി ലോകത്തിൽ അറിയപ്പെടുന്ന ഏകപുരുഷനായ ആ മഹാപുരുഷനായ ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ടല്ലേ. ആ ഭഗവാൻ നമ്മെ വിട്ടുപോയില്ലേ എന്ന് വിലപിക്കുന്നു അർജുനൻ. അടുത്ത ശ്ലോകം: യദ്ബാന്ധവ കുരുബലാബ്ധിം അനന്തപാരം ഏകോ രഥേന തതരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃദം ശിരോഭ്യ. അന്വയത്തോടുകൂടി അർത്ഥം ശ്രദ്ധിക്കുക. യദ്ബാന്ധവ, യാതൊരുത്തനാകുന്ന ബന്ധുവോടുകൂടിയ, അഹം ഞാൻ, ഏക ഒരുത്തൻ, അതാര്യസത്വം, അതാര്യങ്ങളായ കടക്കാൻ കഴിയാത്ത സത്വങ്ങൾ. സുതാര്യം എന്ന് പറയുന്നതിന്റെ ഒരു വിപരീതമാവും. സുതാര്യം എന്ന് പറഞ്ഞാൽ കടക്കാൻ കഴിയുന്നത് അല്ലെ, സുതാര്യമാണ്, ഓപ്പൺ എന്ന് പറയുന്നത്. ഇപ്പൊ അതാര്യം എന്ന് പറഞ്ഞാൽ കടക്കാൻ കഴിയാത്ത സത്വങ്ങൾ ജലജന്തുക്കളോടുകൂടിയതും അനന്തപാരം, പാരം മറുകര, അനന്തപാരം ഇല്ലാത്തതുമായ, മറുകര ഇല്ലാത്തതുമായ കുരുബലാബ്ധിം, കുരുസൈന്യമാകുന്ന സമുദ്രത്തെ, മഹാഭാരത യുദ്ധസമുദ്രത്തെ, രഥേന തേർകൊണ്ട്, തതരേ കടന്നു, ആ സമുദ്രത്തെ രഥേന തേർകൊണ്ട് കടന്നു. എങ്ങനെയാണ് കടന്നത്? പരേഷാം, ശത്രുക്കളുടെ ബഹുധനം, അനേക ധനത്തെ, പ്രത്യാഹൃതം വീണ്ടെടുത്തു, ശിരോഭ്യ, ശിരസ്സുകളിൽ നിന്ന്, തേജപദം, തേജസ്സിന്റെ ഇരിപ്പിടവും, മണിമയം, രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതുമായ കിരീടം, ഹൃദം ജ, ഹരിക്കപ്പെടുകയും ചെയ്തു. മഹാഭാരത യുദ്ധകഥയെയും അതിലുണ്ടായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർത്ഥസാരഥിയായ ഭഗവാന്റെ അനുഗ്രഹ വിശേഷത്തെയും ഇവിടെ ഈ ശ്ലോകത്തിലൂടെ അർജുനൻ ഓർമ്മിച്ചു വിലപിക്കുന്നു. വിരാട രാജാവിന്റെ പശുക്കളെ നമ്മുടെ പശുക്കൾ അപഹരിച്ചപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന ഏക ബന്ധുവോടുകൂടിയ ഏകനായ ഞാൻ, ശ്രീകൃഷ്ണൻ ആകുന്ന ബന്ധുവോട് കൂടിയിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഏകനായ ഞാൻ, ഭീഷ്മദ്രോണാദി മഹാരഥന്മാരും അതിക്രമിക്കാൻ കഴിയാത്ത ബലത്തോടുകൂടിയവരും സംഖ്യയുടെ അവധിയില്ലാത്തതുമായ കുരുസൈന്യമാകുന്ന തിമിംഗലാദി ജലജന്തുക്കളോടുകൂടിയ സമുദ്രത്തെ തേർകൊണ്ട് കടന്നു. ശത്രുക്കൾ ആട്ടിക്കൊണ്ടുപോയ ഗോധനത്തെ വീണ്ടെടുത്തു. അവയെല്ലാം മോഹനാസ്ത്ര പ്രയോഗത്താൽ മോഹിപ്പിച്ചു വീഴ്ത്തിയ ശേഷം, അവരെയെല്ലാം മോഹനാസ്ത്ര പ്രയോഗത്താൽ മോഹിപ്പിച്ചു വീഴ്ത്തിയ ശേഷം അവരുടെ ശിരസ്സുകളിൽ ധരിച്ചിരിക്കുന്നതും രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരമ ശോഭയോടുകൂടിയതുമായ കിരീടങ്ങളെ അപഹരിക്കുകയും ചെയ്തു.
എന്ന് പറഞ്ഞാൽ അവരുടെ ശിരസ്സറുത്ത് കിരീടത്തെ സ്വീകരിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ ശിരസ് ഇല്ലാതാക്കി എന്നൊക്കെയാണ് അർത്ഥം. നമുക്കൊന്നിത് ശ്രദ്ധിക്കാം. വിരാട രാജാവിന്റെ പശുക്കളെ നമ്മുടെ ശത്രുക്കൾ അപഹരിച്ചപ്പോൾ എന്ന് തുടങ്ങിയിട്ട് ആ കഥ അങ്ങോട്ട് അനുസ്മരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കഥ മൊത്തത്തിലൊന്ന് അനുസ്മരിക്കാം. മഹാഭാരത യുദ്ധകഥയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. ആ യുദ്ധക്കളത്തിൽ വെച്ച് ഏതൊരു കരുണാമൂർത്തിയായ ഭഗവാനാണോ ഉപദേശങ്ങളൊക്കെ നൽകിയത്, ഭാഗവതത്തില് പലയിടത്തും ദശമസ്കന്ധത്തിലൊക്കെ ഇത് പറയും. അതായത് ഇത്രയും കടക്കാൻ സാധിക്കാത്ത മഹാഭാരത യുദ്ധസമുദ്രത്തെ ഗോവത്സപദം, പശുക്കള് ചവിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുളമ്പ് ചാലിലെ വെള്ളം കിടക്കുന്നത് പോലെ എത്രമാത്രം എളുപ്പത്തിലാണോ കടന്നത്? ആരാണ് കടത്തിയത്? കൈവർത്തക കേശവ, ഭഗവാനാണ് കടത്തിയത്. ആ ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണ്! അതുകൊണ്ടല്ലേ ശത്രുക്കളെ ജയിക്കാൻ സാധിച്ചത്, അവരുടെ ശിരസിനെ അറുത്തു കളയാൻ സാധിച്ചത്. അങ്ങനെ ആ അവരുടെ രത്നങ്ങൾ പതിച്ച കിരീടങ്ങളൊക്കെ അപഹരിക്കാൻ സാധിച്ചത്, നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അധികാരം സ്വന്തമാക്കാൻ സാധിച്ചത് ഏതൊരു കരുണാമൂർത്തിയായ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ആ ഭഗവാൻ നമ്മളെ വിട്ടുപോയില്ലേ എന്ന് ദുഃഖിക്കുന്നു. അടുത്ത ശ്ലോകം 15. യോ ഭീഷ്മകർണ കുരുശല്യ ചമൂഷ്വദഭ്ര രാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോരഥയൂഥപാനം ആയുർമനാംസി ജദൃശാ സഹ ഓജ ആർച്ചൽ. യോ ഭീഷ്മകർണ ഗുരുശല്യ ചമൂഷ്വദഭ്ര രാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരഃ മമ വിഭോ രഥയൂഥപാനാം ആയുർമനാംസി ചദൃശാ സഹ ഓജ ആർച്ചൽ. പദങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരുത്തൻ അദഭ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു, അനേകം രാജശ്രേഷ്ഠന്മാരുടെ രഥസമൂഹത്താൽ അലങ്കരിക്കപ്പെട്ട ഭീഷ്മ കർണ ഗുരുശല്യചമൂഷു, ഭീഷ്മകർണ ഗുരുശല്യചമൂഷു, ഭീഷ്മര്, കർണർ, ദ്രോണർ, ഗുരു ഇവിടെ ദ്രോണരാണ്, ശല്യർ ഇവരുടെ സേനകളിൽ വിഭോ ഹേ പ്രഭോ മമാ എന്റെ അഗ്രേചരഹ മുമ്പിൽ സഞ്ചരിക്കുന്നവനായിട്ട് രഥയൂഥപാനാം രഥങ്ങളുടെയും സൈന്യങ്ങളുടെയും അധിപന്മാരുടെ ആയുർമനാംസിജ ആയുസ്സിനെയും മനസ്സുകളെയും സഹ ബലത്തെയും ഓജ ശസ്ത്രാദികൗശലത്തെയും ദൃശ ദൃക്കുകൊണ്ട് ആർച്ചൽ അപഹരിച്ചു. ഹേ പ്രഭോ, ശ്രീകൃഷ്ണമൂർത്തി അനേക രാജശ്രേഷ്ഠന്മാരുടെ സമൂഹത്തോടു കൂടിയ ഭീഷ്മര്, കർണൻ, ദ്രോണര്, ശല്യൻ ഇവരുടെ സേനകളിൽ എന്റെ മുൻഭാഗത്ത് സാരഥിയായിരുന്ന് സഞ്ചരിക്കുന്നവനായിട്ട് ആ പ്രമാണികളുടെ ആയുസ്, ഉത്സാഹശക്തി, മനോബലം, ശരീരശക്തി ഇവയെ കൺകൊണ്ടുള്ള നോട്ടത്താൽ അപഹരിച്ചു. നേരത്തെ പറഞ്ഞു, ഗൂഢമായൊരു നോട്ടം കൊണ്ട് തന്നെ ആ ശക്തിയും പ്രഭാവവും ഉത്സാഹശക്തിയും ആയുസ്സും മനോബലവും എല്ലാം അപഹരിക്കുന്നത് ഭഗവാനാണ്. കടാക്ഷത്തിലൂടെ, നോട്ടത്തിലൂടെ. അർജുനൻ ഒരു നിമിത്തം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള രംഗമാണ് യുദ്ധക്കളത്തിലുണ്ടായത്. മഹാഭാരത യുദ്ധക്കളത്തിലെ രംഗം. അന്ന് പാർത്ഥസാരഥിയായി നിന്ന് ഏതൊരു കരുണാമൂർത്തിയായ ഭഗവാനാണോ ഈ വിജയത്തിന് മുഴുവനും ഒരു കഴിവുമില്ലാത്ത എന്നെ പ്രാപ്തനാക്കിയത്, ആ ഭഗവാന്റെ നഷ്ടം അതെങ്ങനെ ഞങ്ങൾ സഹിക്കും ജ്യേഷ്ഠ എന്ന് ചോദിക്കുന്നു. അടുത്ത ശ്ലോകം 16. യദ്ദോഷുമാ പ്രണിഹിതം ഗുരുഭീഷ്മക കർണ ദ്രൗണിർത്രിഗർത്തശല സൈന്ധവ ബാൽഹികാദ്യൈഃ അസ്ത്രാണ്യമോഘ മഹിമാനി നിരൂപിതാനി നോപസ്പൃശുർനൃഹരിദാസം ഇവാസുരാണി. യദ്ദോഷു യാതൊരുവന്റെ കൈകളിൽ
യദ്ദോഷു യദ്ദോഷു ഷ എന്നുള്ളത് ഇരട്ടിപ്പ് വരും. യദ്ദോഷു യദ്ദോഷു യാതൊരുവന്റെ കൈകളിൽ പ്രണിഹിതം സ്ഥാപിക്കപ്പെട്ട മാ എന്നെ ഗുരുഭീഷ്മ കർണ ദ്രൗണി ത്രിഗർത്ത ശൈല ഗുരുഭീഷ്മ കർണ ദ്രൗണി ത്രിഗർത്ത ത്രിഗർത്ത ശല സൈന്ധവ ബാഹ്ലികാദ്യൈഹി ബാഹ്ലികാദ്യൈഹി. ആ പദങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഗുരു ഭീഷ്മ കർണ ദ്രൗണി ത്രിഗർത്ത ശല സൈന്ധവ ബാഹ്ലികാദ്യൈഹി. അങ്ങനെ തന്നെയല്ലേ ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുക. ആ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരുമിച്ച് പറയുമ്പോഴെങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആ ശ്ലോകം ശ്രദ്ധിക്കുക. തുടക്കം മുതൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 16ാമത്തെ ശ്ലോകം ഇനി ഒന്ന് ശ്രദ്ധിക്കൂ. യദ്ദോഷുമാ പ്രണിഹിതം ഗുരുഭീഷ്മകർണ ദ്രൗണി ത്രിഗർത്ത ശലസൈന്ധവ ബാഹ്ലികാദ്യൈഹി അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശുർഹരിദാസം ഇവാസുരാണി. പദങ്ങള് ശ്രദ്ധിക്കുക. യദ്ദോഷു യാതൊരുവന്റെ കൈകളിൽ. ആ പദം ശ്രദ്ധിക്കുക. ഷ എന്നുള്ളത് ഇരട്ടിപ്പാണ്. യദ്ദോഷു യാതൊരുവന്റെ കൈകളിൽ പ്രണിഹിതം സ്ഥാപിക്കപ്പെട്ട മായന്നെ ഗുരുഭീഷ്മ കർണ ദ്രൗണി ത്രിഗർത്ത ശലസൈന്ധവ ബാഹ്ലികാദ്യൈഹി. ഗുരു ആരാണ്? ദ്രോണര്. ഭീഷ്മര് തന്നെ. കർണൻ കർണ ദ്രൗണി അശ്വത്ഥാമാവ്. ദ്രൗണി എന്നുള്ള പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അശ്വത്ഥാമാവ്. ദ്രൗണി. ത്രിഗർത്ത ദേശാധിപനായ സുശർമാവ്. ത്രിഗർത്ത എന്ന് പറഞ്ഞാൽ ത്രിഗർത്ത ദേശത്തിന്റെ അധിപനായ സുശർമാവ്. ശല ത്രിഗർത്ത ശല എന്ന് പറഞ്ഞാൽ ത്രിഗർത്ത ദേശാധിപനായ സുശർമാവ്. സൈന്ധവ സിന്ധുദേശാധിപനായ ജയദ്രഥൻ ബാഹ്ലികൻ മുതലായവരാൽ നിരൂപിതാനി പ്രയോഗിക്കപ്പെട്ടവനും അമോഘമഹിമാനി നിഷ്ഫലമാകാത്ത മഹിമയോടുകൂടിയവനുമായ അസ്ത്രാണി അസ്ത്രങ്ങൾ നിഷ്ഫലമാകാത്ത മഹിമയോടുകൂടിയവയുമായ അസ്ത്രങ്ങൾ. അസ്ത്രാണി ബഹുവചനാണ്. അസ്ത്രങ്ങൾ നൃഹരിദാസം പ്രഹ്ലാദനെ. നൃഹരിദാസം എന്ന് പറഞ്ഞ ആരാണ്? പ്രഹ്ലാദൻ എന്നാണ് അർത്ഥം. നൃഹരിദാസം പ്രഹ്ലാദനെ. നൃഹരിദാസൻ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ ആസുരാണി ഇവ അസുരന്മാരുപയോഗിച്ച അസ്ത്രങ്ങളെന്ന പോലെ ഉപസ്പൃശു സ്പരിശിച്ചില്ല. ഇവിടെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. ദ്രോണർ, ഭീഷ്മർ, കർണർ, അശ്വത്ഥാമാവ്, സുശർമാവ്, ശല്യർ, ജയദ്രഥൻ, ശന്തനു മഹാരാജാവിന്റെ സഹോദരനായ ബാഹ്ലികേയൻ, ഇവിടെ അതാണ് ബാഹ്ലികേയൻ മുതലായ വീരപുരുഷന്മാർ പ്രയോഗിച്ചതും വ്യർത്ഥമാകാത്ത മഹിമയോടുകൂടിയവയുമായ അസ്ത്രങ്ങള് ഒന്നും ഹിരണ്യകശിപു പ്രയോഗിച്ച അസ്ത്രങ്ങൾ നരസിംഹമൂർത്തിയുടെ ദാസനായ പ്രഹ്ലാദന്റെ നേർക്ക് ഫലിക്കാതിരുന്നതുപോലെ യാതൊരുത്തന്റെ കൈകളെ ആശ്രയിച്ചിരിക്കുന്ന എന്റെ നേർക്കും ഫലിച്ചില്ല. ഏതൊരു ശ്രീകൃഷ്ണന്റെ കൈകളെ ആശ്രയിച്ച എനിക്കും അത് ഫലിച്ചില്ല. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ ഉപേക്ഷിച്ചു ജ്യേഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന രംഗമാണ് നമുക്കിതിലൂടെ കാണിച്ചു തരുന്നത്. പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രദ്ധയോടുകൂടി പഠിക്കാൻ സാധിക്കട്ടെ. 24 ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് പേര് പഠിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നറിയുന്നില്ല. ഈ പറയുന്നത് ഒരു 3-4 തവണയെങ്കിലും ഈ പാഠം കേട്ടാലാണ്
4 തവണയെങ്കിലും ശ്ലോകം ചൊല്ലിത്തരുമ്പോൾ ഒരു 3-4 തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതെത്തും. ഗുരുമുഖത്തിലൂടെ കിട്ടുന്നത് അത് ശ്രവണം കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്തുന്നതാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്ത് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക, പദങ്ങൾ മനസ്സിലാക്കുക. അതിനെയാണ് പഠിക്കുക എന്ന് പറയുന്നത്. ശ്രവണാൽ പഠനാൽ എന്ന് പറയുന്നത് അല്ലാതെ ചൊല്ലാൻ പഠിക്കൽ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. അത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം ഇതോടൊപ്പം രേഖപ്പെടുത്തുക. പിന്നെ ഈ 13-14 അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ പാഠത്തിനോടുമൊപ്പം സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ മലയാള ഭാഷ്യം ചൊല്ലി തരാൻ പറ്റിയിട്ടില്ല. കാരണം പാഠം വലുതാവുന്നതിനനുസരിച്ച് സാങ്കേതിക തകരാറുകൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ഓരോ അധ്യായവും 13-14 അധ്യായങ്ങൾ മുഴുവനായിട്ടും ചൊല്ലിയിട്ട് യൂട്യൂബിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൂടെ അത് ഓരോരുത്തർക്കും കിട്ടുന്നതാണ്. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചരണനത ജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയൊടു പൊറുത്തുമാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിഹി ഓം തത്സൽ. എല്ലാവർക്കും നമസ്കാരം.